എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാട്ടോ വീട്ടിലേക്ക് വന്നത്. അതെന്നാന്ന് ചപ്പാത്തി ആക്കുന്നത്? ആ കേട്ട ഞാൻ വരുമ്പോഴത്തേക്ക് വേഗം ചപ്പാത്തി എല്ലാം ആക്കി വെച്ചിട്ട് കയ്യിലപ്പ അതിന്റെ മുകളില് മുട്ട ഇങ്ങനെ ആക്കിയാലോ, മുട്ട റോള് പോലെ. വേണ്ട, മുട്ട പൊട്ടിച്ചിട്ട് റോളാക്ക. അന്ന് ഞാൻ ഒറ്റ ആയിക്കോളൂ, എന്റെ ചപ്പാത്തിക്ക് മാത്രം ആയിക്കോളൂ. അത് വേഗം നോക്കാതെ കരിഞ്ഞു പോവും. മറിച്ചിട്ടാലും കരിഞ്ഞു പോവും. ആര് പറഞ്ഞു? ഞാനിപ്പോ രണ്ട് മുട്ടയിലും കുറച്ച് ആർഭാടല്ലേ ഇങ്ങപ്പ? കരിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞിട്ടില്ല. കണ്ടാ ഇതാ എവിടെ കരിഞ്ഞ? ചപ്പാത്തി റോൾ. കൂട്ടാനാക്കണ്ടല്ലോ. ഇങ്ങനെ അങ്ങ് മറിച്ചിട്ടാ പോലെ ഞഞ്ഞായിരിക്കുന്നു. എന്താ പ്രശ്നം? പ്രശ്നം പറയാറോ? ഇത്തിരി എണ്ണ തേക്കാതെ നോൺ സ്റ്റിക്കിന് എണ്ണേന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും തോൽവിയായി. പിന്നെ ഒരു കുഴപ്പമില്ല. ഇതാ കറക്റ്റ് ആയിട്ട് കിട്ടി. കാണിച്ചെണ്ണ താല്പര്യമില്ല. ഇതാ റോളായല്ലോ, ചപ്പാത്തി റോള്. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തിട്ടാ കഴിക്കേണ്ടത്, അറിയോ? പഠിപ്പിച്ചിറങ്ങും. ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ചായ ചേർക്കാം. ചായ പരിപാടി ശീലമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ ഇന്ന് കുടിക്കാനല്ലേ. ഇന്ന് നമ്മൾ കുടിക്കാന്ന് വിചാരിച്ചു. കാപ്പി വേണോ ചായ വേണോ? ചായ. അപ്പൊ എനക്ക് പാല് മതി. ചായ കുടിച്ചിട്ട് കുറെ കാലായി. വീട്ടിൽ അമ്മയുള്ള സമയത്ത് എൻ്റെ ഒന്നും പറയണ്ട, ചായ ചായ. അമ്മ അഖിൽമോന് മാത്രമായിട്ട് ചായ വെക്കുന്നേ. അത്ര ഇവിടെ പോയി ഒരു ഫുള്ള് പാലെല്ലാം വേണമായിരുന്നോ? ഒരു ഫുള്ള് പാല് വേണ്ട, പക്ഷെ ചൂടാക്കി വെക്കണം, അല്ലെങ്കിൽ മോശമായിപ്പോ. കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ലേശം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പാല് മാത്രമാകുമ്പോൾ ഭയങ്കര കൊഴുപ്പായിരിക്കും. ഓൾറെഡി വെള്ളം ചേർത്തിട്ടാണ് തീരുന്നത്. ആ, പക്ഷേ ചില പാല് ഭയങ്കര കൊഴുപ്പായിരിക്കും. ഇതിപ്പോ ഓറഞ്ച് കളർ പാക്കറ്റാണ്. എങ്ങനെയാണ് ഇതിന്റെ കൊഴുപ്പ് എന്ന് അറിയില്ല. നമ്മുടെ കളർ അനുസരിച്ചിട്ടല്ലേ. ഡാർക്ക് കൂടുന്തോറും കൊഴുപ്പ് കൂടും, ഡാർക്ക് കുറയുന്തോറും കൊഴുപ്പ് കുറയുമെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് കളറിട്ട് അപ്പോഴേക്കും ഞാൻ വേഗം പല്ലേക്ക് ഇട്ടോ. പല്ലേക്ക് സമയം കാണിക്കട്ടെ. പല്ല് എത്ര മണിക്കാ പല്ലേക്ക്? എത്ര മണിക്കാ പല്ലേക്കുന്നത്? അത് ഓഫീസിൽ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞവർക്ക് ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. അവിടെ ബാത്റൂം എല്ലാം ഉണ്ടല്ലോ, അവിടെ ഒന്ന് പല്ലിച്ചിട്ട് വന്നാൽ പോരുങ്ങപ്പാ. ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഞാൻ പല്ലേക്കന്നെ ഉണ്ടായിരുന്നേ. എന്താ അറിയില്ല, ഭയങ്കര പല്ലേക്കുക. അപ്പം കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരൊക്കെ പറയും, ആ ചേച്ചി 2 ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ പല്ലെന്തേക്കോല്ലാന്ന്. പിന്നെ മുഖമൊക്കെ കഴുകി അങ്ങ് വന്ന് ഇരിക്കും ഉറക്കൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ 8 മണി വരെ അല്ലേ ഉള്ളൂ, അതായത് തിരിച്ച് ഇങ്ങോട്ട് വരണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് പല്ലേക്കും. എനിക്ക് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, പല്ലേച്ച അപ്പം വിശക്കും. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അത് എത്രത്തോളം എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം.
എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ അപ്പം വിശക്കും. പക്ഷെ എത്ര സമയം പല്ല് തേക്കാണ്ടിരിക്കുന്നോ അത്രയും ഞാൻ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും. എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചിലപ്പോൾ രാത്രി വരെ പല്ലേക്കാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഏത് വെളുപ്പം കാലത്തായാലും എനിക്ക് വിശക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ മെയിൻ പല്ല് തേച്ചിട്ട് വരാം കേട്ടോ. വിശക്കുന്നു. ചായപ്പൊടി ഇട്ടോ. ഇതിലിപ്പം ഇത് കണ്ട് ഇങ്ങനെ അടുക്കി ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട ചെറുതായിട്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ പിടിച്ചിട്ടില്ല. അത് കാണുന്നുണ്ടോ? അവിടെ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാത്രത്തിൽ പാല് വയ്ക്കുന്നതിന് മുമ്പേ ഇച്ചിരി വെള്ളം ആദ്യം ഒഴിക്കുക, അതിന് ശേഷം പാല് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ അടിക്ക് പിടിക്കൽ നിൽക്കുന്നു. ആൾക്ക് ഇനി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഈ ഒരു സൈഡിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അവിടെ അടിക്ക് പിടിച്ചിട്ടില്ല. ഒരു കഷ്ണം ഏലക്കായി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് കടുപ്പം നല്ല വേണം. അപ്പം നല്ല കടുപ്പത്തില് ചായപ്പൊടി, ബാക്കി എല്ലാ സാധനങ്ങളും തീർന്നു. അത്യാവശ്യം ചായപ്പൊടി ഉണ്ടോ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെ തന്നെ. നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. അയ്യേടിന് ഇങ്ങനെ വല്ലപ്പോഴും മോഹം ഉണ്ടെങ്കിൽ കുടിക്കുന്നേ ഉള്ളൂ. ചായപ്പൊടി അങ്ങനെ തന്നെ ഉണ്ട്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വല്ലതും വേണ്ടേന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചതാണ്. പഞ്ചസാരയും ഇടാം. ഞാൻ പാല് തിളക്കുന്നതിൻ്റെ ആ സമയം തന്നെ പഞ്ചസാര ഇടാറുണ്ട് കേട്ടോ. ഇന്ന് വിട്ടുപോയി. കുറച്ചും കൂടെ അടുപ്പം വേണോ? മതിയപ്പം. മതി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കഴിക്കാം. ചപ്പാത്തി, ബ്രെഡ്, പാല്, ചായ. ഇത് അരിയുടെ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ. കിടക്കുമ്പോൾ നല്ല അടി കിടന്നു അല്ലേ? അപ്പോൾ പറഞ്ഞത് കഴിക്കാം. ഞാൻ പറഞ്ഞേ എഗ് റോള്, എന്താ ചപ്പാത്തി റോള് നല്ലുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പിന്നെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി കേട്ടോ. അങ്ങേട്ടം വാങ്ങി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ലൈറ്റായിട്ടൊക്കെ ഇങ്ങനെയല്ലേ കഴിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് കടയിലൊന്ന് പോകാനുണ്ടായിരുന്നു. ഇതാ അപ്പം ഞാനും അഗേട്ടനും കൂടെ ഇറങ്ങുകയാണ്. ഞാൻ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടത്. അതും തൊട്ടടുത്ത് തന്നെയാണ്. ജംഗ്ഷൻ എത്തണ്ട, അതായത് വൈറ്റില ഹബിൻ്റെ അവിടത്തേക്കൊന്നും എത്തണ്ട. നമ്മൾ റോഡ് കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ടേക്ക് പോയാൽ മാത്രം മതി. ഇതൊരു നോർമൽ സാധാരണ ഒരു കടയാണ്. മാർജിൻ ഫ്രീയിലൊക്കെ പോവാറുണ്ട്, പക്ഷേ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോകാറുള്ളൂ. നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ കടയിൽ വന്നിട്ട് വാങ്ങാം. പ്രത്യേകിച്ച് പച്ചക്കറികളാകുമ്പോൾ പച്ചക്കറിയൊക്കെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അന്നത്തെ പച്ചക്കറി മാർജിൻ ഫ്രീയിലാവുമ്പോൾ അത്രയും നല്ലത് കിട്ടാറില്ല. ഇവിടെ അടുത്ത് വേറൊരു കുഞ്ഞു മാർജിൻ ഫ്രീ ആണ്, അവിടെ പോകുമ്പോൾ നല്ലത് അങ്ങനെയൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് പച്ചക്കറി മാത്രം ഇവിടെ നിന്ന് വാങ്ങും, ബാക്കിയൊക്കെ അപ്പുറത്തുനിന്നും വാങ്ങും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ പോവാറ്. വൈകുന്നേരം വരെ ഇവിടെ നിന്ന് വാങ്ങും, എന്നിട്ട് വീട്ടിലേക്ക് പോകും. അപ്പം ചില സമയത്ത് എന്താ മാർജിൻ ഫ്രീ ഒന്നും ഇല്ലെങ്കിൽ ഈ ഞായറാഴ്ചയെല്ലാം ചില സമയത്ത് ലേറ്റായിട്ട് തുറക്കുക, ചില സമയത്ത് ഉണ്ടാവില്ല. അങ്ങനത്തെ സീനൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് വാങ്ങും എല്ലാം കൂടെ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അധികമായിട്ട് ഇങ്ങനെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി ആയാലും ഞാനിങ്ങനെ നോക്കി കുറച്ചേ വാങ്ങുള്ളൂ. കാരണം വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാമല്ലോ. ഇവിടെ രാവിലെ ഒന്നും കട തുറക്കൂല കേട്ടോ. ഈ കടയൊക്കെ ഒരു 10 മണിയാകുമ്പോഴേക്കേ തുറക്കുകയുള്ളൂ. വൈകുന്നേരം ഒരു 9 മണി 10 മണി വരെയൊക്കെ ഉണ്ടാകാറുമുണ്ട് ചില സമയത്ത്. അപ്പം മിക്ക സാധനങ്ങളും അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങി. പിന്നെ എനിക്ക് ഈ കടയിൽ ഞാൻ ചില സമയം ലിസ്റ്റാക്കി പോവുക, ചില സമയത്ത് ലിസ്റ്റാക്കി പോയാലും അവിടെ നിന്ന് കാണുമ്പോൾ വാങ്ങാറാണ്. അപ്പം എല്ലാം കൂടെ അത്യാവശ്യങ്ങളെല്ലാം കൂടെ വാങ്ങിയിട്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി ആ ചേട്ടനെല്ലാം കൂടെ ഒരു കവറിലിട്ടരും. ഒന്നെങ്കിൽ കവറിലിട്ടരും അല്ലെങ്കിൽ കവർ കൊണ്ടുപോകും. ഇവിടെ ഈ കടയിൽ വന്ന ശേഷം അങ്ങനെ കവറില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ എല്ലായിടത്തും കവർ എടുത്ത് കൊണ്ടുപോകണം. മാർജിൻ ഫ്രീയിൽ മസ്റ്റായിട്ട് കൊണ്ടുപോകണം കവർ. പക്ഷേ ഈ കടയിൽ നമുക്ക് കവർ ഇങ്ങോട്ട് തരാറുണ്ട് അവർ.
അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ എടുക്കാറുമുണ്ട്, കാരണം ഒരുപാട് കവർ ഇങ്ങനെ നിറഞ്ഞ് വരാൻ ബുദ്ധിമുട്ടല്ലേ. പിന്നെ വലിയ കവറായതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടെ ആ ഒരു കവറിലിട്ടിട്ടാണ് പ്ലാസ്റ്റിക് വരുന്നവർക്ക് കൊടുക്കാറ്. അപ്പോൾ അതും ചില സമയത്ത് ലാഭമായി തോന്നാറുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയ വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ബാക്കി ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാനുള്ള നോർമൽ കാര്യങ്ങളാട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അത്രയും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയത്. വന്നപ്പാട് ഞാൻ എല്ലാം വാങ്ങി സാധനങ്ങൾ മുഴുവനും നിരത്തി വെച്ചു. ഇതൊരു മുട്ടപ്പാത്രമാണ്, ഞാനന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുട്ട വെക്കാൻ നല്ല അടിപൊളിയാണ്, കാരണം ഇതിലിങ്ങനെ വെച്ചാൽ മതിയല്ലോ, നല്ല നീറ്റായിട്ട് അങ്ങ് നിന്നോളും. അപ്പം ഇതിലിപ്പോൾ 12 മുട്ടയേ ഉള്ളൂ. ഞാൻ മിക്കപ്പോഴും 10 അങ്ങനത്തെ 10 മുട്ടയായിട്ട് അങ്ങനെ വാങ്ങാറ്. മുട്ടയൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ച്, അപ്പോൾ ഇന്ന് മുട്ട വാങ്ങിയോണ്ട് മുട്ടച്ചോറാട്ടോ ആക്കുന്നത്. അത് ഏറ്റവും സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പപ്പണിയാണ്. അപ്പം ഫ്രീ കിട്ടിയ ദിവസം ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മുട്ടച്ചോറിൻ്റെ ഇവിടെ കുറച്ച് നമ്മൾ സോയ ചങ്ക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തിട്ട്, അതും അടിപൊളിയായിരിക്കും അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് ഉള്ളിയൊക്കെ ഇട്ട്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഞാൻ ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടി, അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തത്. അത് ഇതുപോലത്തെ ചോപ്പറിൽ ചോപ്പ് ചെയ്തു, കാരണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നൈസായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറിനോട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോപ്പർ വാങ്ങിയ ശേഷം നല്ല ഗുണങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇങ്ങനെ നൈസായിട്ട് പൊടിയായിട്ട് നമുക്ക് അരിയാൻ പറ്റും, നല്ല സുഖമാണ്. നമുക്ക് തിരക്കുള്ള സമയമൊക്കെ ഇങ്ങനെ പൊടിയായിട്ട് ഫുഡ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ചോപ്പറിൽ അരിഞ്ഞ് എനിക്കിപ്പോൾ കൈ കൊണ്ട് അരിയാൻ ഭയങ്കര മടിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പൊടികളെല്ലാം ഇട്ടു കേട്ടോ. ഒന്നാ സോയ ചങ്ക്സ് വാടി വന്നപ്പോഴത്തേക്ക് നമ്മളെ മസാലപ്പൊടികൾ മുഴുവനും ഇട്ടിട്ട് മിക്സ് ചെയ്ത്, അതിനുശേഷം ഒരു മുട്ട ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത്, അത്രയ്ക്ക് എളുപ്പമാണ് ഇത് ആയിട്ടുണ്ട്. നമ്മളെ മസാലയായി, മുട്ടയൊന്നായി വരുമ്പോൾ തന്നെ നമ്മളെ മസാലയായി. ഇനി നമുക്ക് ഇതിൽ റൈസ് ഇട്ട് കൊടുക്കുക, ചോറ് അങ്ങനത്തെ തന്നെ ഇടുക. രണ്ടാൾക്ക് വേണ്ടിയുള്ള ചോറാണ് കറക്റ്റായിട്ട് ആക്കൽ. പക്ഷെ ഇങ്ങനെ മുട്ടത്തോരനം വെച്ചിട്ടെല്ലാം ആക്കുമ്പോൾ ചിലപ്പം കുറച്ചൊക്കെ ചോറെല്ലാം കൂടി പോവാറുണ്ട്. അപ്പം ഞാൻ മുഴുവനും ചോറയിലിട്ടിട്ട് മിക്സ് ചെയ്തു കേട്ടോ, അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് മുഴുവനും ചോറങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് അങ്ങ് മിക്സ് ചെയ്ത്, ഇനി ആ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഒരു ചെറിയൊരു ഈർപ്പുണ്ടാവും, അതൊന്ന് പോകുന്നവരെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ഇടുമ്പോൾ. പിന്നെ വേണമെങ്കിൽ നമ്മളെ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ അങ്ങനെയും വെക്കാം. ഇതിപ്പം നമ്മളെ വൈറ്റ് റൈസിലാക്കിയതാണ്, നമ്മൾ സാധാരണ അരിയിനെ കൊണ്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പം അത് തയ്യാറായ പാടന്നെ നമ്മൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആക്കി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, കറികളൊന്നും ആവശ്യമില്ല. പപ്പടവും ഞാൻ കുറച്ച് ആക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആയി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എളുപ്പമാണ്, നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിട്ട്, അത് ഇവിടെ തുടക്കുന്ന ഒരു അബ്സോർബൻ്റ് ഇതാട്ടോ, നല്ല വേർത്താണ്. കിച്ചണൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വെച്ച് ഇന്നത്തെ പണി അതോടെ കഴിഞ്ഞു കേട്ടോ കിച്ചണിൽ. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ഒരു വീക്കെൻഡ് അല്ലേ, ഇന്ന് മാത്രമേ ദിവസം കിട്ടുള്ളൂ പോകാൻ വേണ്ടിയിട്ട്, പിന്നെ ബാക്കി എല്ലാ ദിവസവും വെക്കുന്നതാണ്. അതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു കുഞ്ഞു പരിപാടീസ് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കേട്ടിറങ്ങുകയാണ്, ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഹബ്ബിൽ നിന്നാണ് ബസ് കയറാൻ പോകുന്നത്. നമ്മൾ പിന്നെ അടുത്ത് തന്നെ ഹബ്ബായതുകൊണ്ട് സുഖമാണ് ബസ് കയറി പോകാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പാടിനെ വേഗം ബസ് കിട്ടി. എന്നിട്ട് അവിടെ നേരെ നമ്മളെ കടവന്ത്രയിൽ പോയി, അവിടെയാണ് സ്റ്റുഡിയോ വന്നിട്ട്, സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് എല്ലാവർക്കും കൂടി ഡ്രസ്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ അടുത്ത് സ്റ്റുഡിയോ ആയതുകൊണ്ട് അവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നാളെയാണ് പോകുന്നത്, അതുകൊണ്ട് ഇന്ന് പോയിട്ട് എടുക്കണമല്ലോ, അങ്ങനെ പോവുകയാണ്. അപ്പം നല്ല ബ്ലോക്ക് ഉണ്ട്
ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട് ആ സമയം, പക്ഷെ എന്നാലും പിന്നോട്ടായി വരുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മൾ കടവന്ത്ര എത്തി. കടവന്ത്ര ഈ ബസ്സിന് വരുമ്പോൾ കല്ലൂർ ബസ്സിനല്ല കയറിയത്, വേറൊരു ബസ്സിന് കയറിയത്, നമ്മൾ മേനക ബസ്സിന് കയറിയത്. അപ്പോൾ കടവന്ത്രേൻ്റെ കല്ലൂർ കടവന്ത്ര ബൈപ്പാസിൽ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഉള്ളോട്ടേക്ക് നടക്കണം, അപ്പോഴേ നമ്മളെ സ്റ്റുഡിയോ എത്തുള്ളൂ. റോഡ് സൈഡ് തന്നെയാണ്, പക്ഷെ കല്ലൂർ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ മുന്നിൽ ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ മേനക ബസ് കയറിയിട്ടുണ്ടെങ്കിൽ വേറെ സൈഡിൽ ഇറങ്ങിയിട്ട് നമുക്ക് നടക്കേണ്ടി വരും. അപ്പോൾ അവിടെ പോയപ്പം തന്നെ ആദ്യം ടീഷർട്ടൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു, അച്ഛനൊക്കെ പിന്നെ പിള്ളേർക്ക് അങ്ങനെ എല്ലാവർക്കും കൂടെ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ആകുമ്പോൾ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി എപ്പോഴും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടെ ടീഷർട്ടും അതൊക്കെ ഇങ്ങനെ നോക്കി എടുക്കാമെന്ന്. ഏകദേശം എല്ലാം ഒരേ കളറാണ്, ഒരേ ഷെയ്ഡാണ്, പക്ഷെ വീട്ടിലിടുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഏത് വേണമെങ്കിലും എടുക്കാമല്ലോ. അങ്ങനെ ഒരു 2-3 അങ്ങനെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ടോപ്പാണ് നോക്കിയത്. അനിയത്തിക്ക് ടോപ്പ് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടും നമുക്ക് വേണമെങ്കിൽ 1 തവണയും 2 തവണയൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടാം, ഇത് അത്രയും നല്ലതാണ് ഫസ്റ്റ് ഇടുമ്പോൾ. പിന്നെ അതൊന്ന് വാഷ് ചെയ്തൊക്കെ വരുമ്പോൾ വീട്ടിലിടേണ്ട ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. നമുക്ക് പിന്നെ പഞ്ചായത്തോ കടയിലൊക്കെ പോകുമ്പോൾ ഇടാം, അല്ലാണ്ട് എപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ തുണി വേഗം ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ കുറച്ച് നല്ല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ബ്ലാക്കായിട്ട് നല്ല രസമുണ്ട്. പിന്നെ രണ്ടാമതിതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ 2 എണ്ണം എടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസവും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിച്ചുവിന് വേണ്ടിയിട്ട് കുറേ തപ്പി നടക്കുമായിരുന്നു. നിച്ചുവിനുള്ള കളക്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ഡെയിലി വെയർ ഒന്നല്ല, ഭയങ്കര ഒരുമാതിരി കളക്ഷൻസ് ആയിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അവൾക്ക് ഏതെങ്കിലും ഡെയിലി വെയർ നോക്കാമെന്നാണ് വിചാരിച്ചത്, അതും വലിയ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് നോക്കി കിട്ടിയത് ഏതാ നോക്കിയിട്ട് എടുക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെയാണെങ്കിൽ അവളെ സൈസിനും കിട്ടുന്നുണ്ടായിരുന്നില്ല, അവൾ വലുതാവുന്നുണ്ട്, പക്ഷേ ഇപ്പം കൊണ്ടുപോയി ഇപ്പം ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെച്ച് ഇപ്പം ഇടുമ്പോൾ അത് നല്ല രസം ഉണ്ടാവും. അതുകൊണ്ട് നോക്കി ഏതെടുക്കണം നല്ല കൺഫ്യൂഷനായിരുന്നു. ഓരോന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക, പാകാവുന്ന ഉറപ്പാണ് നമുക്ക്, പക്ഷേ സൈസ് കൂടിപ്പോയാലേ പ്രശ്നമുള്ളൂ. കഴിഞ്ഞ തവണ കൊണ്ടുപോയിട്ട് പാകമായിട്ടുണ്ടായിരുന്നു, പക്ഷേ സൈസ് ഇച്ചിരി കൂടിപ്പോയി, ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിച്ചുവിനും ലാസ്റ്റ് എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നെയിൽ പോളിഷൊക്കെ വാങ്ങാൻ ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആട്ടോ. ഈ 4 നെയിൽ പോളിഷിന് 99 രൂപ വിലയുള്ളൂ. അപ്പോൾ അത് നമ്മളെ പെർഫ്യൂംസ്, പിന്നെ നമ്മളെ മേക്കപ്പിൻ്റെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഇവിടെ കിട്ടും. അതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലായിട്ട്. ഇത് ലിപ്സ്റ്റിക്കാണ്, പക്ഷെ ഇതെല്ലാം വന്നിട്ട് 3 ഷെയ്ഡ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതൊന്നും എനിക്ക് മാച്ചിങ് ഷെയ്ഡൊന്നുമല്ല. ന്യൂഡ് ഷെയ്ഡൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ഒരേ ഷെയ്ഡിൽ വരുന്നതായതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ലിപ് ഗ്ലോസൊക്കെ ഉണ്ട്, അതും അധികം ഞാനിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് ബില്ലിങ്ങിൽ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ പോയത് വേറൊന്നും കൊണ്ടല്ല, സാധനമൊന്നും വാങ്ങാനുണ്ടായിട്ടില്ല, പക്ഷെ ഒന്ന് ഫ്രിഡ്ജും മിക്സിയും ഇതൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിത് അടുത്ത് തന്നെയാണ്, നമ്മളെ വൈറ്റിലയിൽ തന്നെയാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പോയിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ, റേഞ്ചൊക്കെ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ പോയി നോക്കിയതായിരുന്നു. നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ നോർമൽ നമ്മൾ വേൾപൂളിൻ്റെ ബ്രാൻഡല്ല കേട്ടോ, പിന്നെ ഏതോ കേൾക്കാത്തൊരു ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു, അതിന് എനിക്ക് മനസ്സിലായില്ല. കൂടുതലും വേൾപൂളിൻ്റെയാണ് അവിടെ ഉണ്ടായത്. പിന്നെ നല്ല പൈസേൻ്റെ ബ്രാൻഡൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും പിന്നെ തീരെ പോയിട്ടില്ല നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ റേഞ്ച് വെച്ചിട്ട് വേൾപൂളാണ് നമുക്ക് ഓക്കെ ആയത്. പിന്നെ നമ്മൾ ആകെ 2 ആളേ ഉള്ളൂ സാധനമൊക്കെ വെക്കുമ്പോൾ. പിന്നെ നമ്മൾ സ്റ്റാർ അതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ജസ്റ്റ് നോക്കിയത്. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞ് നമ്മൾ നടന്ന് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗ് എടുത്തതായിരുന്നു. അപ്പം വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഇറ്റ്സ് സ്റ്റിൽ ആൻഡ് ബൈ ഫ്രം ആതിര അഖിൽ.